ചെറുശ്ശേരി നമ്പൂതിരിയുടെ പ്രശസ്തമായ കൃതി ഏത്? ചെറുശ്ശേരി നമ്പൂതിരിയുടെ പ്രശസ്തമായ കൃതിയാണ് കൃഷ്ണഗാഥ. കൃഷ്ണഗാഥ ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ചെറുശ്ശേരി ക്വിസ്. പ്രാചീന കവിത്രയത്തിലെ ആദ്യ കവി ചെറുശ്ശേരിയെക്കുറിച്ചുള്ള ക്വിസ്. ഉണ്ണീസ് വിജയപാത നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വിജ്ഞാനപ്രദമായ പ്രശ്നോത്തരികൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാവർക്കും സ്വാഗതം. ഏത് നൂറ്റാണ്ടിലാണ് ചെറുശ്ശേരി നമ്പൂതിരി ജീവിച്ചിരുന്നത്? ചെറുശ്ശേരി നമ്പൂതിരി ജീവിച്ചിരുന്നത് 15-ാം നൂറ്റാണ്ടിലാണ്. 15-ാം നൂറ്റാണ്ട്. ചെറുശ്ശേരി ഏതു നാട്ടിലാണ് ജീവിച്ചിരുന്നത്? ചെറുശ്ശേരി ഏതു നാട്ടിലാണ് ജീവിച്ചിരുന്നത്? കോലത്തുനാട്. കോലത്തുനാട്ടിൽ. ഇന്നത്തെ ഏതു ജില്ലയുടെ ഭാഗങ്ങളാണ് കോലത്തുനാട്ടിൽ ഉൾപ്പെട്ടിരുന്നത്? ഇന്നത്തെ കണ്ണൂർ ജില്ലയുടെ ഭാഗങ്ങളാണ് കോലത്തുനാട്ടിൽ ഉൾപ്പെട്ടിരുന്നത്. കണ്ണൂർ ജില്ല. കോലത്തിരി രാജാക്കന്മാരുടെ ആസ്ഥാനം എവിടെയാണ്? കോലത്തിരി രാജാക്കന്മാരുടെ ആസ്ഥാനം ചിറക്കൽ. കണ്ണൂരിനടുത്തുള്ള ചിറക്കൽ. കോലത്തുനാട്ടിലെ ഏതു രാജാവിൻ്റെ ആശ്രിതനായിരുന്നു ചെറുശ്ശേരി? കോലത്തുനാട്ടിലെ ഉദയവർമ്മ കോലത്തിരിയുടെ ആശ്രിതനായിരുന്നു ചെറുശ്ശേരി. ഉദയവർമ്മ കോലത്തിരി. രാജാവും ചെറുശ്ശേരിയും തമ്മിൽ ഏർപ്പെട്ടിരുന്ന ഇഷ്ടവിനോദം, ഒഴിവു സമയങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഇഷ്ടവിനോദമാണ് ചതുരംഗം. ചതുരംഗം. ചതുരംഗത്തിൽ രാജാവിനെ ജയിക്കാൻ സഹായിക്കുന്നതിനായി റാണി പാടിയ താരാട്ടുപാട്ടിന്റെ ഈണത്തിൽ ചെറുശ്ശേരിയോട് രാജാവ് രചിക്കാൻ കൽപ്പിച്ച കഥ ഏതാണ്? ഭാഗവതം ദശമസ്കന്ധം കഥ. കൃഷ്ണഗാഥയുടെ രചനയിൽ കവി മലയാളത്തിൽ അക്കാലത്ത് നിലനിന്നിരുന്ന ഏതെല്ലാം കാവ്യരീതികളെയാണ് കൂട്ടിച്ചേർത്തത്? പാട്ട്, മണിപ്രവാളം എന്നീ കാവ്യരീതികളെ. കൃഷ്ണഗാഥയുടെ രചനയിൽ കവി പ്രധാനമായും സ്വീകരിച്ച വൃത്തം ഏത്? മഞ്ചരി. മഞ്ചരി വൃത്തം ആണ് കൃഷ്ണഗാഥയിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. മഞ്ചരി വൃത്തത്തിന് പറയുന്ന മറ്റൊരു പേര് ഗാഥാവൃത്തം. മഞ്ചരി വൃത്തത്തിന് ഗാഥാവൃത്തം എന്നും അങ്ങനെ പേര് കിട്ടിയിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്തമായ കാവ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏത്? കൃഷ്ണഗാഥ. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്തമായ കാവ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയാണ് കൃഷ്ണഗാഥ. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഭാഗവത കഥ അടിസ്ഥാനമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട കാവ്യം കൃഷ്ണഗാഥ. കൃഷ്ണഗാഥ. കവിയുടെ ദേശത്തെക്കുറിച്ചും രാജാവിന്റെ ആജ്ഞയനുസരിച്ചാണ് കൃഷ്ണഗാഥ രചിക്കുന്നതെന്നും സൂചിപ്പിക്കുന്ന കൃഷ്ണഗാഥയിലെ വരികൾ: പാലാഴി മാതുതാൻ പാലിച്ചു പോരുന്ന കോലാധിനാഥനുദയവർമ്മൻ ആജ്ഞയെ ചെയ്യുകയാൽ അജ്ഞനായുള്ള ഞാൻ പ്രാജ്ഞനെന്നിങ്ങനെ ഭാവിച്ചിപ്പോൾ. കൃഷ്ണഗാഥയുടെ രചനയിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള 3 അലങ്കാരം ഏത്? ഉപമ, ഉൽപ്രേക്ഷ, രൂപകം എന്നീ 3 അലങ്കാരങ്ങൾ. അറിവിൽ തിളങ്ങാൻ, വിജയം നേടാൻ ഉണ്ണീസ് വിജയപാത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൃഷ്ണഗാഥയിൽ കൃഷ്ണന്റെ ഉൽപ്പത്തി മുതൽ സ്വർഗാരോഹണം വരെയുള്ള എത്ര കഥാഭാഗങ്ങളാണ് ഉള്ളത്? 47 കഥാഭാഗങ്ങളായാണ് കൃഷ്ണഗാഥ തിരിച്ചിരിക്കുന്നത്. കൃഷ്ണഗാഥ കർത്താവായ ചെറുശ്ശേരിയുടെ വിശേഷണം എന്താണ്? അദ്ദേഹത്തിന് ഋതുക്കളെ വർണ്ണിക്കാനുള്ള പാടവം മുൻനിർത്തി ഋതുക്കളുടെ കവി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. ഋതുക്കളുടെ കവി. ശുദ്ധ മലയാള ഭാഷയിൽ ഒപ്പം ലളിതമായ സംസ്കൃത പദങ്ങളും ചേർത്ത് നിർമ്മിക്കപ്പെട്ട ആദ്യ കൃതി ഏതാണ്? കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയുടെ അവസാനം ചെറുശ്ശേരി താൻ കോലത്തിരിയുടെ കൽപ്പന പ്രകാരം രചിച്ചതാണ് കൃഷ്ണഗാഥ എന്ന് സൂചിപ്പിക്കുന്ന വരികളേവ: ആജ്ഞയാ കോലഭൂപസ്യ പ്രാജ്ഞസ്യോദയവർമ്മണ കൃതായാം കൃഷ്ണഗാഥായാം കൃഷ്ണോൽപത്തി സമീരിത. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ച ഇടം എന്ന് കരുതുന്ന ചിറക്കലിലെ ക്ഷേത്രം. കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം.
കൃഷ്ണഗാഥ ഏത് ഭാഷാ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന കൃതിയാണ്? ഗാഥാപ്രസ്ഥാനം. കൃഷ്ണഗാഥ ഗാഥാപ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന കൃതിയാണ്. യുവർ ബോണസ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഗാഥാപ്രസ്ഥാനത്തിലെ പ്രധാന കൃതി ഏത്? നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ ഉടൻ. ഇപ്പോൾ തന്നെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.